ആകാശത്തേക്ക് ചൂണ്ടി അവിടുത്തെ പരിശുദ്ധമായ വിരൽ ഞങ്ങളുടെ ചുറ്റും എന്ന് പറഞ്ഞ ആകാശമണ്ഡലത്തിന്റെ ചുറ്റുഭാഗത്തേക്ക് മേഘങ്ങൾ നീങ്ങിപ്പോകുന്നത് സ്വഹാബികൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടുത്തെ പരിശുദ്ധമായ ഹബീബിനെ മുന്നിട്ട് ചോദിക്കുമ്പോൾ അള്ളാഹു മഴ തരാറില്ലേ? ഇത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ശിർക്കായി പോയത്? സ്വഹാബികളൊക്കെ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരുമോ? അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ലേ. ദയവ് ചെയ്ത് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ പറയണ്ട, നിങ്ങൾക്കത് പിടിച്ചിട്ടില്ലെങ്കിൽ പിടിക്കണ്ട. പക്ഷേ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞു പോകലിൽ പുണ്യ സഹോദരന്മാരെ, നമ്മളൊക്കെ ഖിബിലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നവരല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദുർ റസൂലുള്ളാഹിലും വിശ്വസിക്കുന്ന ആളുകളല്ലേ? നമ്മളിങ്ങനെ പരസ്പരം കുഫറാണ്, ശിർക്കാണ് എന്ന് അമുസ്ലിമിനെ പറ്റി പറയുന്ന വാക്ക് ഖിബിലയിലേക്ക് നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ പറ്റിയും പറയാൻ ഞാൻ ധൈര്യപ്പെടുകയില്ലെന്ന് ഇബ്നു തൈമിയ തന്റെ അവസാന മരണകാലത്ത് പറഞ്ഞ വാക്കാണ്. അവർക്കൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഇബ്നു തൈമിയയിൽ നിന്നാണെങ്കിൽ ഈ ഇബ്നു തൈമിയ തന്റെ അവസാന കാലത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയിട്ടുണ്ട്. മൻ സല്ലല്ലാ ലിഖിബലത്തിനാ, നമ്മുടെ ഖിബിലയിലേക്ക് നിസ്കരിക്കുന്ന ആളെ കുറിച്ച് ഒരിക്കലും ശിർക്ക് ചെയ്തു എന്ന് ഞാൻ പറയില്ല. മനസ്സിലാക്കി? ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നത്? ഇതിൽ ഡിസ്കഷൻ സ്ഥലമുണ്ടല്ലോ. there is room for discussion. വെറുതെ പേടിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. സ്വലാത്തുൻ നാരിയ എന്നാൽ തീ പോലെ പടർന്നു പിടിച്ച് ഉപകാരം പെട്ടെന്ന് റാപ്പിഡ് ഇഫക്റ്റ് ഉണ്ടാകുന്ന സ്വലാത്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ തീന്റെ സ്വലാത്ത് എന്ന് കിട്ടിയേക്കും. ഞാൻ ചോദിക്കട്ടെ, ദുആഉൽ ഖർബ് എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഏത് മഹാവിപത്ത് വന്നാലും ആ വിപത്ത് തട്ടിപ്പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആഇന്റെ പേര് ദുആഉൽ ഖർബ് എന്നാണ്. ഒന്ന് പരിഭാഷപ്പെടുത്തി നോക്കി. സ്വലാത്തുൻ നാരിയ എന്ന് പരിഭാഷപ്പെടുത്തിയ പോലെ അതേ ഡിക്ഷണറി വെച്ചിട്ട് ദുആഉൽ ഖർബ് എന്ന് പരിഭാഷപ്പെടുത്തി എന്താ കിട്ടുന്നത്? ദ ദുആ ഓഫ് ട്രബിൾ, പ്രയാസത്തിന്റെ ദുആ എന്നാണ്. എങ്കിൽ അതും ദുർവ്യാഖ്യാനം ചെയ്തൂടെ? ഈ ദുആ ചൊല്ലിയാൽ പ്രയാസം വരുമെന്ന്, അതാണോ അതിന്റെ അർത്ഥം? പ്രയാസം നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞ വാക്കിനെ പ്രയാസത്തിന്റെ ദുആ എന്ന് അർത്ഥം വെക്കാൻ കഴിയുമെങ്കിൽ സ്വലാത്തുൻ നാരിയയെ തീ പോലെ പടർന്ന് പെട്ടെന്ന് ഫലം ചെയ്യുന്ന സ്വലാത്ത് എന്ന് അനുഭവജ്ഞാനിയായ മഹാനായ അല്ലാമ, അല്ലാഹുവിന്റെ വലിയായിരുന്ന ലിബിയയിൽ അൾജീരിയയിലും കഴിഞ്ഞുപോയ മഹാനായ ഇബ്രാഹിം അത്താസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ സ്വലാത്ത് ലോക സത്യവിശ്വാസികൾ ആചരിക്കുകയോ ചൊല്ലുകയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ശിർക്ക് എന്ന് പറയലിൻ, കുഫർ എന്ന് പറയലിൻ, വേറെ എന്തെല്ലാം പറയാനുണ്ട് നമുക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണ്ടയോ? മദീനയിലേക്ക് കടന്നു വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തോരണങ്ങളും കളറുള്ള നിറമുള്ള ഈ റിബണുകളും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വരുമ്പോൾ മദീനയിലെ അൻസ്വാരികൾ അവരുടെ വീടുകൾ അലങ്കരിച്ചിരുന്നു. മദീനയിലേക്ക് നബി വന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നത്. നബി തങ്ങൾ കടന്നു വരുന്നത് റബീഉൽ അവ്വലിലാണ്. ഹബീബായ നബി തങ്ങൾ കടന്നു വരുന്ന സമയത്ത് അൻസ്വാരികൾ അവരുടെ വീടുകൾ കഴിയുന്ന രീതിയിലെല്ലാം അലങ്കരിച്ചു, വീടുകൾ അലങ്കരിച്ചു. കുട്ടികൾ ദഫ് മുട്ടാൻ തുടങ്ങി, ആണുങ്ങളും പെണ്ണുങ്ങളും ദഫ് മുട്ടി. അതിൽ ചില ആളുകൾ ദഫ് മുട്ടാൻ നേർച്ച ചെയ്തിരുന്നു, ദഫ് മുട്ടാൻ നേർച്ചയാക്കിയിരുന്നു. എന്തിന്? നബി തങ്ങൾ വരുമ്പോൾ ദഫ് മുട്ടാൻ. അങ്ങനെ കിളവിയായ പ്രായാധിക്യമുള്ള ഒരു ഉമ്മ നബി തങ്ങൾക്ക് വേണ്ടി ദഫ് മുട്ടാൻ നേർച്ചയാക്കിയിരുന്നു. ഹബീബായ നബി തങ്ങൾ കടന്നു വരുമ്പോൾ അവർ രോഗശയ്യയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ വന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഈ ഉമ്മ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വരുമ്പോൾ അങ്ങേക്ക് വേണ്ടി ദഫ് മുട്ടണമെന്ന് ഞാൻ നേർച്ചയാക്കിയിരുന്നു നബിയെ. പക്ഷെ എനിക്കന്ന് പറ്റിയിട്ടില്ല നബിയെ, എനിക്കന്ന് അസുഖമായിരുന്നു. നേർച്ചയാക്കിയാൽ നിർബന്ധമാവും. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഇല്ലല്ലോ. നബി എന്താ പറഞ്ഞത്? ഞാനിവിടെ നിന്നാ മതിയോ? നിങ്ങൾ മുട്ടിക്കോളൂ, ഞാൻ ഇവിടെ നിന്നരാം, ആ നേർച്ച നിങ്ങൾ നിർവഹിച്ചോളൂ.
ആ ഉമ്മൂമ്മ ദഫ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പാടുന്ന ഏതാനും കൊച്ചു കൊച്ചു വരികൾ പാടിയിട്ട് നബിയെ പുകഴ്ത്തി പറഞ്ഞിട്ട് നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തിയിട്ട് നമ്മൾ മൗലിദ് പാരായണം എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ വാഴ്ത്തലാണ്, ഹബീബിനെ പുകഴ്ത്തലാണ്. ഏതാനും വരികൾ ചൊല്ലി പുകഴ്ത്തി പാടിയിട്ട് ദഫ് മുട്ടിയിട്ട് തന്റെ നേർച്ചക്കടം ആ സഹോദരിക്ക് നിർവഹിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കയ്യും കെട്ടി ഇരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയുന്നില്ലേ? ഇന്നുണ്ടായ സംഭവമല്ല ഇതൊന്നും. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാനിന്റെ അടയാളം അൻസ്വാരികളെ സ്നേഹിക്കലാണ്. അൻസ്വാരികളാണ് ഇത് ചെയ്തത്. അൻസ്വാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ അടയാളമാണ്. അൻസ്വാരികൾ ചെയ്ത പണികളോടുള്ള ദേഷ്യം കപട വിശ്വാസത്തിന്റെ അടയാളമാണ്. വീട് അലങ്കരിക്കുന്നതും നബിക്ക് വേണ്ടി പാട്ടുപാടുന്നതും ഹബീബിന് വേണ്ടി ദഫ് മുട്ടിക്കൊടുത്തതും അൻസ്വാരികൾ ചെയ്ത പണിയാണ്. അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈമാനിന്റെ അടയാളമാണ്. അത് ചെയ്യാൻ വെറുക്കുന്നത് കപട വിശ്വാസത്തിന്റെ അടയാളമാണ്. നമ്മൾ ആരെയും കപട വിശ്വാസി എന്ന് പറയണ്ട, നമ്മൾ ആരെ പറ്റിയും ശിർക്ക് മുശ്രിക്ക് എന്ന് പറയണ്ട. ആ പറയുന്ന വാക്ക് നമ്മൾ ഒരാളെ പറ്റി മനസ്സിലാക്കാതെയാണ് പറയുന്നതെങ്കിൽ ഒരാൾ കാഫിറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മറുപക്ഷം കാഫിറാണെങ്കിൽ അവര് കാഫിർ. ഈ പറഞ്ഞ ആൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചീത്ത പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എമ്പാടും ചീത്ത പറഞ്ഞോളൂ സഹോദരന്മാരെ. കാഫിർ മുശ്രിക്ക് എന്ന് മാത്രം പറയല്ലേ, അതൊക്കെ പറഞ്ഞു. ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ നാനാ വശങ്ങൾ പഠിക്കാതെ ഒരു വിഷയത്തെപ്പറ്റി അഭിപ്രായം പറയലിൽ, വാട്സപ്പിൽ മെസ്സേജ് വിടലിൽ, വോയിസ് മെസ്സേജോ വീഡിയോകളോ, കണ്ടവന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ക്ലിപ്പുകളോ എന്താണ് സത്യമെന്ന് അറിയാതെ ഫോർവേഡ് ചെയ്തു വിടലിൽ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോടാണ് ഈ കളി കളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി സാധാരണക്കാരൻ എന്ന് പറയുന്ന പ്രയോഗം എന്തോ ഒരു ഗൗരവമുള്ള പ്രയോഗമാണത്. എന്താണാവോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നബിയെ സാധാരണക്കാരനാക്കിയിട്ട്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? നബി സാധാരണക്കാരൻ. ഖുർആൻ പോലും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ. വഹി നൽകപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ, വഹി നൽകപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ. നമ്മൾ ആർക്കെങ്കിലും വഹി നൽകപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ തന്നെ ഖുർആൻ തെളിയിച്ചില്ലേ ഇത് നിങ്ങളെപ്പോലുള്ള ആളല്ല. പിന്നെ അല്ലാഹു പറയുന്നു എന്റെ താല്പര്യം എന്താണ്? എന്റെ റസൂൽ ജിന്നല്ല, മലക്കല്ല. എന്റെ റസൂൽ ദൈവമല്ല. എന്റെ റസൂൽ മനുഷ്യരായി വന്നവരാണ്. എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് ഒരു സാധാരണത്വം നബിക്ക് ചാർത്തി കൊടുക്കുന്നത്? നബി വന്നത് നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിച്ചു തരാൻ. അതായിരുന്നു നബിയുടെ ദൗത്യം. അത് കഴിഞ്ഞപ്പോൾ നബി പോയി. അതിനാണോ നബി വന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയായിട്ടാണ് നബിയെ നിങ്ങളെ നാം പറഞ്ഞയച്ചത്. നിസ്കാരം നോമ്പും പഠിപ്പിക്കാൻ മാത്രമല്ല, നിസ്കാരവും നോമ്പും നമ്മെ പഠിപ്പിക്കാൻ വന്നു പോയൊരു മുഅല്ലിം മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയായിരുന്നു നബിയെ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ പറഞ്ഞത്, ഖുർആനിലെ പറയുന്നത് അങ്ങ് റഹ്മത്താണ്. ആ നബിയുടെ ആയിരക്കണക്കിന് മുഅ്ജിസുകൾ എമ്പാടും കൺമുമ്പിലുണ്ടായിരിക്കെ എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്? ആ വാക്ക് നബിയോടുള്ള അനാദരവിന്റെ വാക്കാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് ശരീഅത്തിന്റെ നിയമം മനസ്സിലാക്കിയിട്ട് പറഞ്ഞേക്കണം. ഇസ്ലാം എന്ന് പുറത്തു പോകും. നബിയെ കൊച്ചാക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇസ്രാഉം മിഅ്റാജും നബിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ലേ? سريت من حرم ليلا إلى حرم كما سرى البدر في تاج من الظلم. ഹറമിൽ നിന്ന് ഹറമിലേക്ക്, 7 ആകാശങ്ങളിലേക്ക് ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയ മിഅ്റാജ് ഒരു മുസ്ലിമിനെ നിഷേധിക്കാൻ പാടില്ലല്ലോ. ആ മിഅ്റാജ് നടന്ന നബിയെ കുറിച്ച് സാധാരണക്കാരൻ എങ്ങനെ പറയാൻ?
അള്ളാഹുവിനെ ഒരു നബിക്കും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അള്ളാഹുവിനെ നേർക്കുനേരെ 2 തവണ കാണാനുള്ള ഭാഗ്യം അഷ്റഫുൽ ഖൽഖിനുണ്ടായി എന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബി പറയാ. അങ്ങനെ റബ്ബിനെ കാണാൻ ഒരു നബിക്ക് പോലും അവസരം കൊടുക്കാത്ത അള്ളാഹു മൂസ നബി ചോദിച്ചപ്പോൾ ലൻ തറാനി, മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസ നബിയെ എന്ന് പറഞ്ഞ റബ്ബ് അഷ്റഫുൽ ഖൽഖിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോ ആ നബിയെ പറ്റി സാധാരണക്കാരനെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? മുസ്ലിമാണ് പറയുന്നതെങ്കിൽ ഇവരെ കാണാണെന്ന് മനസ്സിലാക്കാം. മുസ്ലിമീങ്ങൾ ഇങ്ങനെ പറയാനൊക്കുമോ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അൻസ്വാരികളായ ആളുകൾ അവരുടെ ഒരു ഒട്ടകം കിണറ്റിലെ വെള്ളം കോരാൻ സഹായിച്ചിരുന്ന ഒട്ടകം പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോൾ നബിയുടെ മുമ്പിലേക്ക് വന്നു. നബിയേ നബിയെ ഞങ്ങളുടെ ഒട്ടകം പറഞ്ഞത് കേൾക്കുന്നില്ല നബിയെ, ഒട്ടകം പറഞ്ഞത് കേൾക്കുന്നില്ല നബിയെ, അത് വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല നബിയെ, എന്തെങ്കിലും സഹായിക്കണം നബിയെ. ആരോടായി വന്ന് പറ? നബിയോട്. അതാണ് ഈ സ്വലാത്തുന്നാരിയിൽ പറഞ്ഞത് തൻഹല്ലു ബിഹിൽ ഉഖദു. ആ നബി കാരണം പ്രയാസങ്ങൾ നീങ്ങി കിട്ടും. സ്വഹാബത്ത് അതല്ലേ നബി എടുത്തു വരുന്നത്? ചരിത്രങ്ങളാണ് ഈ പറയുന്നത്, ഹദീസിന്റെ അർത്ഥങ്ങളാണ് ഈ സ്വലാത്ത് പറയുന്നത്. ദയവ് ചെയ്ത് ഞാൻ അതിർക്കത്തിനെപ്പെടണ്ടേ, ദയവ് ചെയ്തിട്ട് ചൊല്ലിക്കൂടും മുഅ്മിനീങ്ങളെ, അത് ഗ്യാരണ്ടിയാണ്. മുജറബായ സംഗതിയാണ്, അനുഭവത്തിലുള്ള സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ഫിത്നകളാണ്. എന്തൊരു ഫിത്ന! സത്യവിശ്വാസിയുടെ മനസ്സിൽ ചൊല്ലി നടന്ന ആളുകൾ പോലും സംശയിച്ചില്ലേ? ചൊല്ലി നടന്ന ഉമ്മമാർ സംശയിച്ചില്ലേ? കൊച്ചു കുട്ടികൾ പറഞ്ഞ ഉമ്മ ശിർക്കാണ് കേട്ടോ, നിങ്ങൾ ആരെ സ്വലാത്തേക്ക് കീറിക്കളഞ്ഞേക്ക്. ആരാണ് ഈ കുഞ്ഞുങ്ങൾ ഇത് പഠിപ്പിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? അഷ്റഫുൽ ഖൽഖിന്റെ മേൽ ചൊല്ലുന്ന ആയിരക്കണക്കിന് സ്വലാത്തുകളെ മുടക്കി വെച്ചത് ആരാണ്? അല്ലാഹുവോട് മറുപടി പറഞ്ഞേക്ക്, എന്നോട് പറയണ്ട. ആരാണ് ഇതിന് മറുപടി? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാ ഉത്തരവാദികൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ മുടങ്ങാതെ ചൊല്ലുമായിരുന്ന സ്വലാത്തുകളെ സംബന്ധിച്ച് ശിർക്കാണ്, കുഫറാണെന്ന് പറഞ്ഞ് ഇവരെ കേട് പറഞ്ഞതിന്റെ പിന്നിൽ സത്യവിശ്വാസികൾ സംശയത്തോടെ ചൊല്ലിപ്പോയാൽ ആ സംശയങ്ങൾക്ക് മുഴുവനും ഉത്തരവാദി ഈ എഴുതിവിട്ട ആളുകളല്ലേ? ഇത് പ്രസംഗിക്കുന്ന ആളുകളല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അൻസ്വാരികൾ വന്ന് പറഞ്ഞ ഈ സമയം, നബിയെ ഞങ്ങളുടെ ഒട്ടകം പറഞ്ഞത് കേൾക്കുന്നില്ല നബിയെ, അതുകൊണ്ട് അങ്ങൊന്ന് സഹായിക്കണം. നബി പോവാണ് അവരോട് കൂടെ. ആ ഒട്ടകത്തെ കെട്ടിയിട്ട തോട്ടത്തിലേക്ക്, മദീനയിൽ സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവം. നബി തങ്ങളോട് അവർ പറഞ്ഞു, നബിയെ ആ ഒട്ടകത്തിനരികത്തേക്ക് നടന്നു പോകല്ലേ നബിയെ, അത് അങ്ങയെ ആക്രമിച്ചേക്കും, കാരണം ഞങ്ങളെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ലാ, അത് എന്നെ ഒന്നും ചെയ്യൂല. ആ ഒട്ടകം ദേഷ്യം പിടിച്ച് രൗദ്രഭാവം കൊണ്ട് നിൽക്കുന്ന ആ ഒട്ടകത്തിന്റെ അസാധാരണമായ പെരുമാറ്റം കണ്ട് പേടിച്ചു നിൽക്കുന്ന അൻസ്വാരികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകത്തെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ ഒട്ടകം നടന്നു വരികയായി. ഒന്നും ചെയ്യാതെ സൗമ്യനായി കടന്നു വന്ന് ആ ഒട്ടകം ഹബീബിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയായി. കാലുകുത്തി, കൈകുത്തി, അതിന്റെ തലയങ്ങ് താഴ്ത്തി വെച്ച് സുജൂദ് ചെയ്യുന്ന പോലെ കിടന്നപ്പോഴല്ലേ സ്വഹാബികൾ ചോദിച്ചത്, വാ അജബാ, എന്തൊരത്ഭുതമേ, എന്തൊരത്ഭുതം നബിയേ, ഹാദിഹിൽ അജ്മാഉ തസ്ജുദു ലക, ഈ മിണ്ടാപ്രാണിയായ ഒട്ടകം അങ്ങേക്ക് സുജൂദ് ചെയ്യുകയോ നബിയേ, വനഹ്നു അഹഖു അൻ നസ്ജുദ ലക, ഞങ്ങളാണല്ലോ നബിയേ അങ്ങേക്ക് സുജൂദ് ചെയ്യേണ്ടത്. എന്താ മറുപടി? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഹബീബിന്റെ മറുപടി, സുജൂദ് അല്ലാഹുവിനെ പാടുള്ളൂ, അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിബഅലിഹാ. സുജൂദ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത് ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിലായിരുന്നു പറ്റേണ്ടിയിരുന്നത്. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ സുജൂദ് അല്ലാഹുവിനല്ലേ പാടുള്ളൂ. അമ്മമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ മഹത്വം എത്രയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചതാണത്. മനസ്സിലാക്കണം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ എടാ പോടാന്ന് വിളിക്കാൻ നിൽക്കണ്ട. ബഹുമാനം വേണമെന്ന് ശറഅ് കൽപ്പിക്കുന്നുണ്ട്, ശറഅ് കൽപ്പിക്കുന്നുണ്ട് ബഹുമാനിക്കണമെന്ന്.
ഹബീബായ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമാർ കിടന്ന ഒട്ടകത്തെ കണ്ടപ്പോഴാണ് സ്വഹാബികൾ പറഞ്ഞത്, നബിയെ, ഞങ്ങളല്ലയോ ബുദ്ധിയുള്ളവർ, ഈ മിണ്ടാ പ്രാണി ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളും ചെയ്യട്ടെ നബിയെ, സുജൂദ് അങ്ങേക്ക് വേണ്ടി, അരുതരുത്, നിങ്ങളിത് ചെയ്യല്ലേ. ഇങ്ങനെ മിണ്ടാ പ്രാണികൾ ഒതുങ്ങിക്കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു? മാൻപേടയുടെ മുതവാത്തിറായ സംഭവം അനിഷേധ്യമായ ഹദീസല്ലേ അത്? മദീനയിലെ ഒരു മാൻപേടയെ ആളുകൾ പിടിച്ചു വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിനരികത്ത് കൂടെ പോകുമ്പോൾ സങ്കടം പറഞ്ഞില്ലേ ഈ മാൻപേട? ഇത് വെറും ഒരു ചരിത്രമല്ല ഉദ്ധരിക്കുന്നത്, മുതവാത്തിറായി വന്ന ഹദീസാണ്. ഇതിന്റെ മഅനൽ ഹദീസ് മുതവാത്തിറാണെന്നാണ് ഉലമാ പറയാ. അനിഷേധ്യമായ ഹദീസ്. നിബിതങ്ങൾ അതിനെ പിടിച്ചു വെച്ച വേട്ടക്കാരോട് പറഞ്ഞു, ആരാണാവോ ഈ മാൻപേടയെ പിടിച്ചു വെച്ചത്? ഞങ്ങളാ നബിയെ. ഇതിനെ ഒന്ന് വിട്ടയക്കുമോ? അതെന്നോട് പറയുന്നുണ്ട്, നബിയേ, എന്റെ 2 കൊച്ചുമക്കൾക്ക് പാല് കൊടുക്കാൻ എന്റെ അകടിൽ പാലില്ലാതെ വന്നപ്പോൾ എന്തെങ്കിലും പച്ചയില തിന്നാൻ കിട്ടുമോ എന്നന്വേഷിച്ച് നാടൻ പുറങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി നടന്നതാണ് നബിയെ. അങ്ങനെയാണ് ഇവരെന്നെ അറുക്കാൻ വേണ്ടി പിടിച്ചു വെച്ചത് നബിയെ. ഞാൻ അവർക്ക് അറുക്കാൻ നിന്ന് കൊടുക്കാം, പക്ഷേ എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒന്ന് പോയി പാല് കൊടുത്ത് തിരിച്ചു വരട്ടെ നബിയെ. അതിനെ അനുവദിക്കാൻ അവരോട് പറയണം. ആരായതൊക്കെ പറഞ്ഞത്? ഒരു മിണ്ടാ പ്രാണിയായ സംസാരമില്ലാത്ത മാൻപേട അഷ്റഫുൽ ഖൽഖിനോട്. അതുമല്ല അത്ഭുതം, ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ മാൻപേടയെ വിട്ടേക്കണം. വഅന കഫീൽ, ഞാൻ അതിന് ഉത്തരവാദിയാണ്. എന്റെ ജാമ്യത്തിൽ ഇതിനെ വിട്ടയക്കണം. വിട്ടയച്ചില്ലേ? എന്താണ് ജാമ്യം എന്ന് പറഞ്ഞാൽ? ഈ മാൻപേട തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ പൈസ ആര് കൊടുക്കണം? റസൂലുള്ളാഹി കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. നേരം ഇരുട്ടായപ്പോഴേക്കും മരുഭൂമിയിലൂടെ ഓടി വരുന്നുണ്ട് കിതച്ചൊരു മാൻപേട. അത് ഓടി വന്ന് ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വന്ന് ആ വലയങ്ങ് പൊക്കിക്കൊടുത്തപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ജൂതന്മാർ പറഞ്ഞു പോയത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ നബിയെ കുറിച്ച് സാധാരണക്കാരനെന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് പറയാൻ പാടുള്ള വാക്കാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ വാക്കുകൊണ്ട്? ഹബീബിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കുകയോ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ചെറുതാക്കി കാണിക്കുകയോ? പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുന്ന പോലെ, കത്ത് കിട്ടുന്ന ആൾക്കാണ് കത്തിന്റെ അഡ്രസ്സിക്കാണ് സ്ഥാനം, കൊണ്ടുവരുന്ന പോസ്റ്റ്മാന് സ്ഥാനമില്ല എന്ന ചിന്താഗതിയിൽ അള്ളാഹുവിന്റെ ദീന് കൊണ്ടുവന്ന നബിയെ കേവലം ഒരു പോസ്റ്റ്മാന്റെ സ്ഥാനത്തിൽ ഇരുത്താൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ സഹോദര? മുസ്ലിമിന് പാടുണ്ടോ ഇത്? അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞു, നബിയേ, ഈ മാൻപേട ഞങ്ങൾക്ക് വേണ്ട നബിയേ. ആ മാൻപേടയെ അങ്ങ് വിട്ടയച്ചേക്കു നബിയേ. ഹുവലക, അത് ഞങ്ങൾ അങ്ങേക്ക് തന്നു നബിയേ. ആ മാൻപേടയെ കാട്ടിലേക്ക് തിരിച്ചയച്ച കാരുണ്യത്തിന്റെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാദരവിന്റെ വാക്കുകൾ പറയലിൻ, അനാദരവിന്റെ വാക്കുകൾ പറയലിൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദ് അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ചില ക്രിസ്ത്യാനികളെങ്കിലും ചോദിക്കാറുണ്ട്, മുഹമ്മദ് എന്ന പ്രയോഗം, മുഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ കുറവാണല്ലോ. ഞങ്ങളുടെ നബി ഈസ നബിയുടെ പേര് ഖുർആനിൽ മുഹമ്മദ് നബിയെക്കാളും കൂടുതലുണ്ടല്ലോ. ഉണ്ട് സഹോദര, കൂടുതലുണ്ട്, ശരി തന്നെ. എന്താ കാരണം എന്നറിയോ? ഈസ നബിയോട് അള്ളാഹു വിളിച്ചത് യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയെ. മൂസ നബി അള്ളാഹു വിളിച്ചത് എവിടേക്ക്? യാ മൂസ, മൂസ നബിയെ. 83 സ്ഥലങ്ങളിൽ മൂസ നബിയുടെ ചരിത്രം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് ഖുർആനിൽ. നൂഹ് നബിയെ വിളിച്ചിട്ടുണ്ട് യാ നൂഹ്. ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടുണ്ട് യാ ഇബ്രാഹിമു, ഇബ്രാഹിമേ എന്ന് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പോലും, ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല.
ഇതാണ് വ്യത്യാസം. നബിയുടെ പേര് വിളിച്ച് അല്ലാഹു നബിയെ പറഞ്ഞില്ല. നബിയെ അഭിസംബോധന ചെയ്ത സ്ഥലങ്ങളിൽ അല്ലാഹു ഉപയോഗിച്ചത് 4 വാക്കുകളാണ്. യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലായവരേ. യാ അയ്യുഹൻ നബിയു, ഓ നബിയായവരേ. യാ അയ്യുഹൽ മുസമ്മിലു, ഓ മുസമ്മിലായവരേ. യാ അയ്യുഹൽ മുദ്ദസ്സിറു, ഓ മുദ്ദസ്സിറായ നബിയേ എന്നല്ലാതെ പേര് പോലും ഡയറക്റ്റ് അല്ലാഹു ഖുർആനിൽ അഷ്റഫുൽ ഖൽഖിനെ വിളിച്ചിട്ടില്ലല്ലോ. അല്ലാഹു വിളിച്ചോ? ഇല്ല. നബിയുടെ പേര് പറഞ്ഞത് മുഴുവനും തേർഡ് പേഴ്സണിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഒരു നരേഷനിൽ, ഒരു തേർഡ് പേഴ്സണിലായിട്ട് നബിയോട് ഡയറക്റ്റ് മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല അല്ലാഹു. എന്താ കാരണം? ബഹുമാനം കൊണ്ട്. അതുകൊണ്ടാണ് മുസ്ലിമേ, എന്റെ വിനയത്തോടുള്ള അപേക്ഷയുണ്ട്, നിങ്ങൾ ഖുർആന്റെ പരിഭാഷ വായിക്കുമ്പോ മുഹമ്മദേ നീ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. അത് ഗുരുതരമായ അപകടമാണ്. നീ എന്ന് പറയല്ല നബിയെ കുറിച്ച്. അള്ളാഹു ബഹുമാനത്തിന്റെ വാക്കാണ് ഉപയോഗിച്ചത്. നബിയെ നിങ്ങളെന്നോ താങ്കളെന്നോ മലയാളത്തിൽ എഴുതിയാൽ എന്ത് ശിർക്കാണോ കുഫറാണോ അവിടെ വരാൻ പോകുന്നത്? എന്തുകൊണ്ട് നബിയെ ഇങ്ങനെ നിന്ദ്യമായ പ്രയോഗം ചെയ്യണം? നീ എന്ന് അള്ളാഹു പോലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അവൻ എന്ന് പറയില്ല നബിയെ കുറിച്ച്. അവൻ ബ്രാക്കറ്റിൽ നബി, അവർ എന്ന് പറഞ്ഞുകൂടെ? നബിയെ കുറിച്ച് ബഹുമാനത്തിന്റെ പ്രയോഗം ഒരു ഭാഷയിൽ ഉണ്ടായിരിക്കെ അത് മാറ്റിവെക്കുന്നത് നബിയോടുള്ള ബഹുമാനം ഇല്ലാതാക്കലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അവൻ നീ എന്ന് പറയാൻ കാരണം വ്യത്യാസമുണ്ട്. അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ്, എല്ലാറ്റിലും ഒരുമയുള്ള the one and only, ഏകത്വം, പരമമായ ഏകത്വമുള്ള അള്ളാഹുവിനെ കുറിച്ച് അവർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്കെങ്കിലും അള്ളാഹു ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോയേക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി അവൻ എന്നും നീ എന്നും പറയുന്നത്. നിങ്ങളെന്ന് പറയാത്തത് ബഹുമാനിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിനെ അല്ലയോ ആദ്യമായി നാം ബഹുമാനിക്കേണ്ടത്. രണ്ടാമത് ബഹുമാനം അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അവരെന്നോ നിങ്ങളെന്നോ റബ്ബിനെ പറ്റി പറയാനൊക്കില്ല. അത് തൗഹീദിന്റെ കണിശമായ പദപ്രയോഗം അവിടെ സൂക്ഷിച്ചേക്കണം. പക്ഷേ നബിയോട് അല്ലാഹു യാ മുഹമ്മദ് എന്ന് വിളിക്കാത്ത ഖുർആനിൽ പരിഭാഷപ്പെടുത്തുന്ന സഹോദര, നീ എന്നോ അവനെന്നോ വെറും പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതെ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് നബിയുടെ പേര് പറയാൻ പറ്റുക? ഖുർആനിൽ ഏത് നബിയുടെ പേര് കേട്ടാലും ശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ ആരുടെ പേര് കേട്ടാലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. മഹാനായ ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം പേര് കേട്ടാൽ ചൊല്ലിയാൽ മതി. നമ്മുടെ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? പേര് കേൾക്കുമ്പോൾ ചെല്ലാൻ മതി എന്നാണോ? നിങ്ങൾ ചൊല്ലി പറഞ്ഞോളൂ. എമ്പാടും സ്വലാത്ത് നിങ്ങളായിട്ട് തുടങ്ങിയേക്കണം. നിങ്ങൾ ചൊല്ലി പറയണം, തുടങ്ങിയിട്ട് പറഞ്ഞേക്കണം. പേര് കേൾക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല. എന്റെ നബിയുടെ മേലുള്ള സ്വലാത്ത് എപ്പോഴും നിങ്ങൾ ചൊല്ലണേ. മറ്റു അമ്പിയാക്കന്മാരോടൊക്കെയുള്ള വിഷയം അവരുടെ പേര് കേട്ടാൽ ചൊല്ലിയാൽ മതി. സ്വല്ലല്ലാഹു അലാ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നബി തങ്ങൾ? ഇല്ല. അത് ചൊല്ലിയാൽ ശിർക്കാവോ? ശിർക്കൊന്നാവില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ നബിയുടെ പേര് കേൾക്കാൻ കാത്തിരിക്കണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എമ്പാടും ചൊല്ലിയേക്കണേ, എമ്പാടും പറഞ്ഞേക്കണേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. എമ്പാടും സ്വലാത്ത് നബിയുടെ പേര് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് പറഞ്ഞേക്കണം. ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ മാത്രമല്ല സ്വലാത്ത്. മറ്റു അമ്പിയാക്കന്മാർക്കൊക്കെ അങ്ങനെയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലിയാൽ മതി. നമ്മുടെ നബിയുടേത് ആ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയണം. ഇതല്ലേ വ്യത്യാസം? ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 2ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ لا ترفعوا أصواتكم فوق صوت النبي
النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون يا أيها الذين آمنوا أليوا സത്യവിശ്വാസികളെ لا ترفعوا أصواتكم ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് സ്വഹാബികളോടാണ്. ആരാ സ്വഹാബികൾ? والذين اتبعوهم بإحسان താബിഈങ്ങൾക്ക് പോലും മഹത്വം കിട്ടുന്നത് സ്വഹാബികളെ കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പ്രകാശം കിട്ടിയവർ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു സ്വഹാബത്തിന് അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ സ്വഹാബികളെ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വഹാബിമാർ. നബിയോടുകൂടെ യുദ്ധത്തിൽ പോയവർ, നബിയോടൊപ്പം ഹജ്ജിന് പോയ സഹാബിമാർ, നബിയോടൊപ്പം ഉംറക്ക് പോയവർ, നബിയോടൊപ്പം ഹുദൈബിയ സന്ധി ചെയ്തവർ, നബിയോടൊപ്പം ഫത്ഹ് മക്ക ചെയ്തവർ, നബിയോടൊപ്പം ബദറിലും ഉഹദിലും ഇറങ്ങിയവർ, നബിയോടുകൂടെ എല്ലാ സന്ധികളിലും അഖബയിലും ഒരുമിച്ച് കൂടിയ സഹാബികൾ. നബിയോടുകൂടെയുള്ള ഒരു ജമാഅത്തിന്റെ കൂലി എത്രയാണ്? മക്കയിലും മദീനയിലുമുള്ള ഹറമിൽ നബിയോടുകൂടെ നിസ്കരിച്ച ഇബാദത്തുകൾ എത്രയാണ്? ഇതൊക്കെ ചെയ്ത സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രയോഗം എന്താണ്? സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് എടുത്തു നോക്കി. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, എന്റെ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് കേട്ടോ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഉറക്കെ പറയുന്ന പോലെ എന്റെ നബിയോട് ഉറക്കെ സംസാരിക്കരുത് കേട്ടോ. എന്താ സംഭവിക്കുക? ഞാനും നിങ്ങളും ചെയ്ത അമലിനെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്, സ്വഹാബത്ത് ചെയ്ത അമലിനെ കുറിച്ചാണ് പറയുന്നത്. അൻ തഹബ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്യുന്ന സർവമാന അമലുകളും പൊളിഞ്ഞു പോകും. എന്തിനാൽ? എന്റെ നബിയോട് ശബ്ദമുയർത്തിയാൽ, എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട. ഖുർആന്റെ പച്ചയായ അർത്ഥമല്ലേ ഈ പറയുന്നത്? നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. നിങ്ങൾ ചെയ്യുന്ന ഇസ്ലാഹി പ്രവർത്തനമല്ല പ്രശ്നം, നിങ്ങൾ ചെയ്യുന്ന തബ്ലീഗി പ്രസ്ഥാനമല്ല പ്രശ്നം, നിങ്ങൾ ചെയ്യുന്ന ഉംറയല്ല പ്രശ്നം, നിങ്ങൾ ചെയ്യുന്ന ഹജ്ജല്ല പ്രശ്നം, നിങ്ങൾ ചെയ്യുന്ന നിസ്കാരമോ ഖിയാമുൽ ലൈലോ അല്ല പ്രശ്നം. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ റസൂലിനോട് അനാദരവ് കാട്ടിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. ഇതല്ലേ ആയത്തിന്റെ അർത്ഥം? അനാദരവ് കാട്ടിയാൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ വണ്ണം എനിക്കറിയണ്ട, ആൾക്കൂട്ടത്തിന്റെ ബലം എനിക്കറിയണ്ട, നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഇബാദത്ത് പോലും എന്റെ റസൂലിനോട് ബഹുമാനമില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഹബീബിനെ പറ്റി നീ എന്ന് പറയല്ല, ഹബീബിനെ പറ്റി അവൻ എന്ന് പറയല്ല, സ്വലാത്ത് ചൊല്ലാതെ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവല്ലേ. സ്വലാത്ത് ചൊല്ലിയിട്ട് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പറ്റി പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ് തരം താഴ്ത്തി സംസാരിക്കലിൽ ഹബീബിന്റെ മുഅ്ജിസത്തുകളോടെ കിടക്കുന്നില്ലേ? ഹബീബിനോടുള്ള സ്വലാത്തിനെ സംബന്ധിച്ച് വിവരമറിയാതെ പഠിക്കാതെ ശിർക്കാണ് കുഫ്റാണെന്ന് പറയല്ലേ? അല്ലാഹുവിന്റെ റസൂല് ചെയ്യാത്തത് മുഴുവനും ശിർക്കും കുഫ്റുമാണെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ ഒരുപാട് നന്മകളെ ഊതിക്കെടുത്താതിരിക്കുവിൻ. ഇതെന്റെ മുസ്ലിം സുഹൃത്തുക്കളോടുള്ള അപേക്ഷയാണ്, മുസ്ലിമീങ്ങളോടുള്ള അപേക്ഷയാണ്. കാര്യം മനസ്സിലാക്കണം. വിവരക്കേട് കൂടുകയും വിവരമുള്ള ആലിമീങ്ങൾ മരിച്ചു പോവുകയും വിവരമില്ലാത്തവർ പുറത്തു വന്ന് മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന കാലം മുസ്ലിമിന്റെ പൊതുവായ പ്രശ്നങ്ങൾ, ഒരു വിഷയത്തിലെ ഹലാലും ഹറാമും പറയാൻ റുവൈബിളത്ത് പുറത്തു വരുന്ന കാലം. ആരാണ് റുവൈബിളത്ത്? യാ റസൂലല്ലാഹ്, ആരാ നബിയെ റുവൈബിള എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയുമില്ലാത്ത, അല്ലാഹുവിന്റെ ദീനെ പറ്റി പഠിച്ചിട്ടില്ലാത്ത ആൾ, ദീനെ പറ്റി വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഹലാലും ഹറാമും എഴുതിവിടുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നിവിടെ ആചരിക്കുന്നത്, ഹബീബിനെ പറ്റി പറയുന്നത്, ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി കൊച്ചുമക്കൾ റോഡിലൂടെ നടക്കുന്നത്, അതിലൊന്നും ശിർക്ക് പറയലിൽ രാഷ്ട്രീയക്കാരന്റെ കൊടി പിടിച്ച് എമ്പാടും സിന്ദാബാദ് വിളിക്കുമ്പോൾ
ശിർക്ക് വരാത്ത സഹോദര. സ്വന്തം പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ, എമ്പാടും ജാഥയും പ്രതിഷേധവും അല്ലാത്തതും നടക്കുമ്പോൾ, ധർണ്ണ നടത്തുമ്പോൾ ശിർക്കും കുഫറും തോന്നാത്ത സഹോദര, സ്വന്തം നേതാക്കന്മാരെ അവരുടെ പേര് വെച്ച് സ്റ്റേജുകളിലും മൈക്കുകളിലും വാനോളം പുകഴ്ത്തി പറയുമ്പോൾ ശിർക്കിന്റെയോ കുഫറിന്റെയോ ലാഞ്ചന തോന്നാത്ത സഹോദര, എന്റെയും നിന്റെയും നേതാവായ അഷ്റഫുൽ ഖൽഖിനെ പറ്റി പറയുമ്പോൾ മാത്രം എന്തേ ഈ ശിർക്കും കുഫറും തോന്നുന്നത്? എവിടെയാണ് പ്രശ്നമെന്ന് ചിന്തിക്കിൻ, എവിടെയാണ് കുഴപ്പമെന്ന് ചിന്തിക്കിൻ. നബിയെ പറ്റി പറയുമ്പോൾ ഒരു ശിർക്കും കുഫറും. സ്വന്തം നേതാക്കന്മാർ, സ്വന്തം പ്രസ്ഥാനത്തിന്റെ ആളുകൾ, നിങ്ങൾ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, സംഘടന ഉണ്ടാക്കുന്നത്, കൊടി ഉണ്ടാക്കുന്നത്, ബൈലോ ഉണ്ടാക്കുന്നത്, ഭരണഘടന ഉണ്ടാക്കുന്നത്, ഇതൊക്കെ റസൂലുള്ളാഹി ചെയ്തതാണോ? അല്ലല്ലോ. നിങ്ങളാരും പറഞ്ഞില്ലല്ലോ ശിർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. ഇന്ന് റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ വളരെ വേദനിച്ചുകൊണ്ടെങ്കിലും ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും വിവരക്കേട് സമൂഹത്തിൽ പറയരുത്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച വേദിയായിരുന്നു ഇത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നബി ആരാണെന്ന് പരിചയപ്പെടുത്താൻ കൊതിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സൂചന കിട്ടിയപ്പോഴേക്ക് എനിക്ക് വേദന തോന്നി. നമ്മുടെ നാടുകളിൽ ഇത്തരം വിഷയങ്ങൾ ഇനിയും ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞ് ഹബീബിനോടുള്ള ആദരവും ഹബീബിനോടുള്ള സ്വലാത്തും അവിടുത്തെ മൗലീദ് പാരായണവും അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നത് ഏത് ഭാഷയിലായിക്കോട്ടെ, ഹബീബിനെ പറ്റി പറയുമ്പോൾ മനസ്സിൽ ദേഷ്യം വരുന്ന ആളുകളിൽ ഈമാനിന്റെ കണികയുണ്ടോ എന്ന് സംശയിക്കണം. ഹബീബിനെ പറ്റി പറയുമ്പോൾ ഒരു വിശ്വാസി സന്തോഷിക്കേണ്ട ആളല്ലേ. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസ് എത്രത്തോളം പ്രശസ്തമാണ്. നിങ്ങളുടെ ബാപ്പയേക്കാൾ, നിങ്ങളുടെ ഉമ്മയേക്കാൾ, നിങ്ങളുടെ ഭാര്യയേക്കാൾ, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഏത് ഫിലിം സ്റ്റാറിനേക്കാളും കായിക താരങ്ങളെക്കാളും എന്റെ റസൂലിനോട്, നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളൊക്കെ എന്റെ റസൂലിനോട് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം തോന്നാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവില്ലെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹ്. ചിലർ പറയും നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടാൽ അത് തന്നെയാണ് എന്റെ സ്നേഹം. അല്ലേ? നബി പറഞ്ഞതുപോലെ ജീവിക്കുക, സുന്നത്തനുസരിച്ച് ജീവിക്കുക. അതൊക്കെ ശരിയല്ലേ? അതൊക്കെ ശരിയല്ലേ? അതിനപ്പുറത്തല്ലേ സ്നേഹം കിടക്കുന്നത്? അതിനപ്പുറത്തുള്ളേ ഒരു സ്നേഹം. ആ സ്നേഹം സ്വഹാബികൾ കാണിച്ചിട്ടില്ലേ? സ്വഹാബത്ത് കാണിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞപ്പോ, വഫാത്തായി പോയപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാളെടുത്തു നിന്നത്? എന്തിനാണ് വാളെടുത്തത്? എന്റെ റസൂൽ മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് ഖലീഫ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചത് നബിയുടെ സുന്നത്തും ഷർത്തും ഫർളും എല്ലാം കൊണ്ടു നടക്കുന്ന ഉമർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. അത് സ്നേഹമല്ലേ? എന്താണ് ആ സ്നേഹം? എന്റെ റസൂൽ മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ അല്ലാഹുവിന്റെ അരികത്തേക്ക് പോയതാണ്. എന്റെ റസൂൽ കണ്ണു തുറക്കും, എന്റെ റസൂൽ ചിരിക്കും, എന്റെ റസൂൽ എഴുന്നേറ്റിരിക്കും, എന്റെ റസൂൽ ഇനിയും ജീവിക്കും. അതുകൊണ്ട് റസൂൽ മരിച്ചുവെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ വാൾ പിടിച്ച് നടന്നത് സ്നേഹത്തിന്റെ പേരിലാണ്, ന്റെ പേരിലാണ്. വെറും ഒരു സുന്നത്തും പറന്നുമെടുത്ത് ജീവിക്കലാണ് സുന്നത്തെങ്കിൽ ഉമർ ഫാറൂഖ് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. മരിച്ചു കഴിഞ്ഞ മനുഷ്യനോട് അവന് നിങ്ങൾ തൽഖീർ ചൊല്ലി കൊടുക്കണ്ട എന്ന് പറയുന്നവർ അല്ലേ? മരിച്ചു കഴിഞ്ഞവനൊക്കെ തീർന്നു. ഖുർആൻ ഓതണ്ട എന്ന് പറയുന്നവർ, സ്വതക്ക ചെയ്യണ്ട എന്ന് പറയുന്നവർ, മരിച്ചാ പിന്നെ തീർന്നു, കൊണ്ടുപോയി കുഴിച്ചിട്ടോളൂ എന്ന് മറ്റു മതക്കാരുടെ സംസ്കാരം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാനുള്ള ശ്രമമല്ലയോ ഇത്? ഇതിനൊക്കെ ദീനിൽ തെളിവുകളുണ്ടല്ലോ. എത്ര തെളിവുകളാണ് തൽഖീനുകളും മറ്റും ചൊല്ലിയിട്ട്. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ ആധുനികമായ ആശയങ്ങൾ ഇസ്ലാമിക ലോകത്ത് കടത്തിക്കൊണ്ടുവന്ന ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ ലോകത്തിന് പഠിപ്പിച്ച മഹാനായ പണ്ഡിതൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ കിതാബുർ റൂഹ് എടുത്തു നോക്കി തൽഖീൻ ചൊല്ലി മയ്യിത്തായ മനുഷ്യനെ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് ഇദാ അതാകൽ മലക്കാനിൽ മുവക്കലാനിൽ അദീമാനി, മഹാന്മാരായ മലക്കുകൾ വന്ന് ചോദിച്ചാൽ മർ റബ്ബുക വമൻ നബിയുക എന്ന് ചോദിച്ചാൽ ചൊല്ലിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച് അക്കമിട്ട് പേജുകളോളം എഴുതിയിട്ടുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ഇതൊന്നും കാണുന്നില്ലേ?
നാട്ടിൽ നടക്കുന്നൊക്കെ ആചാരമെന്ന് ദുരാചാരമെന്ന് പറയുകയാണോ? മരിച്ചാലൊക്കെ തീർന്നു എന്ന് പറയാണോ? അങ്ങനെയാണോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറി നിന്നത്? പൊട്ടിക്കരഞ്ഞില്ലേ ഉമർ എന്നവർ? പൊട്ടിക്കരഞ്ഞില്ലേ സിദ്ദീഖ് എന്നവർ? പൊട്ടിക്കരഞ്ഞില്ലേ സ്വഹാബത്ത്? സ്നേഹമാണ് പ്രകടിപ്പിച്ചത്, ഹബ്ബാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ വാളെടുത്ത് നടക്കണമെന്ന് നബി പറഞ്ഞിട്ടാണോ ഉമർ തങ്ങൾ ചെയ്തത്? അല്ല. സ്വഹാബത്ത് പറഞ്ഞു, ഉമറേ അടങ്ങിയിരിക്കും, ഇങ്ങനെയൊക്കെ നബി മരിച്ചാൽ വാളെടുത്ത് തലവെട്ടുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വഹാബത്ത് ചോദിച്ചോ? ഇല്ല. സ്നേഹപ്രകടനത്തിന് അതിന് വെക്കാൻ കഴിയില്ലല്ലോ, സ്നേഹപ്രകടനത്തിന് വരമ്പുകൾ വെക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോഴാണ് മിമ്പറിലേക്ക് കയറി വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ഉമറേ ഇരിക്കണം. ഉമർ തങ്ങൾ ഇരിക്കണില്ല. ഉമറേ ഇരിക്കണം, ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. മൂന്നാമത്തെ തവണ ഉമറേ ഇജ്ലിസ്, അവിടെ ഇരിക്കണം ഉമറേ എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അവിടെ ശാന്തനായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ വെള്ള പുതച്ച് കിടത്തിയിരിക്കുകയാണ് ആയിഷ ബീവിയുടെ തൊട്ടടുത്ത റൂമിൽ. മദീന പള്ളിയുടെ തൊട്ടടുത്ത റൂമാണ് ആയിഷ ബീവിയുടെ വീട്. അവിടെ കിടക്കുന്നുണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ ഹബീബ് ലോകത്തോട് യാത്ര പറയുമ്പോൾ സിദ്ദീഖ് എന്നവർ അരികത്തില്ല. സ്വന്തം തന്നടരികത്തേക്ക് മദീനത്തിന്റെ അപ്പുറത്തേക്ക് പോയതാണ്. ഓടി വന്നു, ഹബീബ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഓടി വന്നു. ഓടി വന്നിട്ട് ആ മുഖത്തെ വസ്ത്രം നീക്കിയിട്ട് പരിശുദ്ധമായ ഹബീബിന്റെ മുഖത്ത് തുരുതുരാ ചുംബിച്ചിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മയ്യിത്തായി കിടക്കുന്ന ഹബീബിനെ തുരുതുരാ ചുംബിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ലോകത്തോട് ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കാൻ ആ വാക്ക് പോരെ. നബിയെ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ, മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ. ജീവിച്ചപ്പോഴും സുഗന്ധം, മരിച്ചപ്പോഴും സുഗന്ധം. ജീവിച്ചപ്പോഴും നന്മ, മരിച്ചപ്പോഴും നന്മ നബിയെ. അങ്ങയെപ്പോലുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. സങ്കടപ്പെട്ട് കണ്ണെന്ന കണ്ണുനീര് വന്നിരിക്കെ ആ വസ്ത്രം നീക്കി വെച്ച് മുഖം മറച്ച് നേരെ മിമ്പറിലേക്ക് കയറിയതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പൊട്ടിക്കരയുന്ന സ്വഹാബികളാണ് മദീനയിലെ പള്ളിയിൽ കിടക്കുന്നത്. എന്തിന്? 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ഹബീബിന്റെ വേർപാട് സങ്കടം തീർക്കാൻ കഴിയാതെ അവരോടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وما محمد إلا رسول. മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ, അവർക്ക് മുമ്പും എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അഫ ഇമ്മാത, ആ നബി തങ്ങൾ മരിക്കുകയോ ഔ ഖുതില, ഹബീബ് കൊല്ലപ്പെടുകയോ ചെയ്താൽ പോലും ഇൻഖലബതും അലാ അഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ? ഈ ആയത്ത് അങ്ങോട്ട് ഓതിയപ്പോ സ്വഹാബികൾ ഓരോരുത്തർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി, സിദ്ദീഖേ, ഖുർആനിൽ ഈ ഒരു ആയത്തുള്ളത് ഞങ്ങൾ ഇപ്പോൾ ആദ്യമായി കേൾക്കുന്ന പോലെ. ഖുർആൻ മനഃപ്പാഠമുള്ള ഹാഫിളീകളായ സ്വഹാബികളാണ് ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് അവരങ്ങ് മറന്നുപോയി. ആ ദിവസത്തിന്റെ, ആ സംഭവത്തിന്റെ ഭയാനകത കൊണ്ട്, സങ്കടം കൊണ്ട്, താങ്ങാനാവാത്ത വിഷമം കൊണ്ട് ഹബ്ബല്ലേ പ്രയോഗിച്ചത്, സ്നേഹമല്ലേ ഇണപൊട്ടി ഒഴുകിയത്. മഹാനായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തു വന്നപ്പോൾ അവിടുത്തെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ ഖാബത അൻഫുസുകും യാ അനസ്, അനസേ എങ്ങനെ നിങ്ങൾക്ക് തോന്നി അൻ തഹ്ഫു അലാ റസൂലില്ലാഹ്,
എന്റെ ഉപ്പായുടെ ശരീരത്തിലേക്ക്, എന്റെ ഉപ്പയുടെ ദേഹത്തിലേക്ക് മണ്ണ് വാരി ഖബർ മൂടാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു? മനസ്സേ, എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു എന്റെ ഉപ്പയെ ഖബറിലിട്ട് മൂടാൻ? ഹബീബിനെ മറവ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഫാത്തിമ ബീവിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല, സ്വഹാബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബ് മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം മദീനയിലെ രാത്രിക്ക് പോലും വെളിച്ചമുണ്ടായിരുന്നു. മദീനയിലെ രാത്രിക്ക് പോലും വെളിച്ചമുണ്ടായിരുന്നു. ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മദീനയിലെ പകല് പോലും ഇരുട്ടായിരുന്നുവെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ലോകത്തോട് എമ്പാടും വിളിച്ചറിയിച്ച് കടന്നു വന്ന റസൂൽ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നതും അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നില്ലേ? ഇതൊക്കെ മനസ്സിൽ കാണുമ്പോ فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ഇമാം ബൂസീരി തങ്ങൾ ബുർദയിൽ പാടിയ പോലെ നമ്മൾ പറയേണ്ടത് സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞ് നടക്കലല്ല. ഫമബ്ലഗുൽ ഇൽമി, നമുക്ക് ബോധ്യമായ, നമുക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, നബി മനുഷ്യർ. നബി അലൈഹിസ്സലാമിന്റെ സുന്നത്ത് നോമ്പ് പോലെ 40 വർഷം നോമ്പ് നോച്ചിട്ട് പോലും